ശ്രീല മാം നമസ്തേ. നമസ്തേ. കോൺഗ്രസിനെ കുറിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കളെ കുറിച്ച് വലിയൊരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ഉണ്ടായി. പക്ഷെ ആ വെളിപ്പെടുത്തലിനെ കുറിച്ച് വലിയ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യത്തിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സിമി റോസ് ബെൽജോൺ എന്ന് പറയുന്ന ഒരു നേതാവാണ് ഇത്തരത്തിൽ കാസ്റ്റിംഗ് കൗച്ച് കോൺഗ്രസിലുണ്ട് എന്നും പല നേതാക്കന്മാരും, അതായത് വലിയ രീതിയിൽ മുന്നിൽ വരാത്ത വനിതാ നേതാക്കൾ ഇപ്പോൾ പല സ്ഥാനങ്ങളിലും ഇരിക്കുന്നത് പലരുടെയും ഗുഡ് ലിസ്റ്റിൽ പെട്ടിട്ടാണ് എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ വരുന്നു. ബിന്ദു കൃഷ്ണയുടെ ഭർത്താവിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. പലതവണ പരാതി കൊടുത്തിട്ടും ആ പരാതിയിലൊന്നും തീരുമാനങ്ങൾ ഈ സംഘടനാ നേതൃത്വം എടുത്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ MLA ആയ M മുകേഷിന്റെ വീടിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച ഒരു വലിയ നാടകം, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ആ നാടകം കഴിഞ്ഞുടനെയാണ് അവരുടെ സംഘടനയിലുള്ള ഒരു സ്ത്രീ തന്നെ, 2 സ്ത്രീകളാണ് പരാതിയുമായി രംഗത്തെത്തുന്നത്. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. സത്യത്തിൽ ഇരട്ടത്താപ്പ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോ സിമി റോസ് ബെൽജോൺ പറഞ്ഞ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഇപ്പോ സിമി റോസ് ബെൽജോൺ പറയാൻ തയ്യാറായെങ്കിലും ഇതിനു മുമ്പ് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ പലരുമുണ്ട്. നമുക്കറിയാം, ഇതിന്റെ ആദ്യ വെടിപൊട്ടിച്ചത് ശോഭന ജോർജ് ആണ്. ശോഭന ജോർജ് അന്ന് പറഞ്ഞത് ആരുടെയെങ്കിലും ഒക്കെ ഓമനയായിരിക്കണമെങ്കിൽ മാത്രമേ തനിക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക്, സ്ത്രീകൾക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്നാണ്. അതിനെ ഗൗരവമായി തന്നെ കാണണം. അതിനുശേഷം പലരും, ലതിക സുഭാഷ് അടക്കമുള്ളവർ, അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തനം നിർത്തിയ നിരവധി സ്ത്രീകൾ പാർട്ടി പ്രവർത്തനം തന്നെ ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയിലെത്തി. അതുകൂടാതെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ സിമി റോസ് ബെൽജോൺ എന്ന് പറയുന്നു. അങ്ങനെ നിരവധി പേരാണ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത്. ഷാനിമോൾ ഉസ്മാൻ ഒക്കെ പറഞ്ഞ ഷാനിമോൾ ഉസ്മാൻ, അതുപോലെ തന്നെ ഷെമാ മുഹമ്മദ് കേരളത്തിലൊന്നും അല്ലെങ്കിൽ പോലും വന്നു കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു സീറ്റ് പോലും കിട്ടുന്നില്ല എന്ന് അവർ വളരെ ഖേദത്തോട് പറയുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ നിരവധി പേർ ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വന്നു. ഇത് കോൺഗ്രസിന്റെ മാത്രം ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ധന്യ. ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുണ്ട്. കേരളത്തിലെ ഒരു സമൂഹത്തിന്റെ പ്രത്യേകതയാണത്. എപ്പോഴും ഒരു പുരുഷാധിപത്യ സമൂഹമാണ് കേരളത്തിലെന്ന് ഇന്നും നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും ആ പുരുഷാധിപത്യത്തിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് മാറാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മാധ്യമ പ്രവർത്തനം അടക്കമുള്ള മേഖല നോക്കിയാൽ മാധ്യമ പ്രവർത്തകരിൽ ഒരു വനിതാ DGP, പോലീസുകാരിൽ ഒരു വനിതാ DGPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു വനിതാ DGP, ലോ ആൻഡ് ഓർഡറിന്റെ DGP വരേണ്ടിടത്ത് ശ്രീലേഖ ജയിൽ DGP ആണ് ആക്കിയത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള പുരുഷാധിപത്യമുണ്ട് എന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ തരമില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. ലതിക സുഭാഷ് അടക്കമുള്ളവർ, അത് പത്മജ വേണുഗോപാൽ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ. പത്മജ വേണുഗോപാൽ അവരെ തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. യഥാർത്ഥത്തിൽ സ്ത്രീ വിഷയത്തിൽ എന്ത് അർഹതയാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്? പത്മജ വേണുഗോപാലിന്റെ പിതൃത്വം അന്വേഷിച്ച് പോയ അമ്മയെ പോലെ സംശയം നിഴലാക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള അത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധന്മാരോട് എന്ത് സമീപനമാണ് കോൺഗ്രസ് എടുത്തത്? കോൺഗ്രസ് എന്ന് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാത്തിനും ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ച് എന്ന പദം നമുക്ക് ഉപയോഗിക്കാമോ എന്നറിയില്ല. പലപ്പോഴും ആരുടെയെങ്കിലും ഒക്കെ ഗുഡ് ലിസ്റ്റിൽ പെടുകയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് മാത്രമേ രാഷ്ട്രീയത്തിൽ സ്ഥാനമുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഞാൻ നോക്കിയിട്ട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ പ്രഗത്ഭമായി നല്ല രീതിയിൽ സംസാരിക്കുന്ന, നല്ല പ്രവർത്തിച്ചു പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല, അവരുടെ അച്ഛനടക്കം കോൺഗ്രസ്സുകാരനായിരുന്ന ഒരാളെ ആണ് ജ്യോതി വിജയകുമാർ. വിദ്യാഭ്യാസമുണ്ട്, സംസാര ശൈലി കൊണ്ടാണെങ്കിലും അവരുടെ ഭാഷയുടെ മികവ് കൊണ്ടാണെങ്കിലും ഒക്കെ തന്നെ വളരെ പ്രശംസനീയമായ രീതിയിൽ അവർ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരെ പോലുള്ളവരെ ഒരിക്കലും നമുക്കറിയാം. അതുപോലെ വീണ വളരെ നന്നായി സംസാരിക്കുന്ന, നല്ല കാര്യങ്ങൾ പറയുന്ന, നന്നായി ഡിബേറ്റിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. അവര് പ്രവർത്തന പാരമ്പര്യം അടക്കം കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് സീറ്റ് കൊടുത്തെങ്കിലും അവരെയും തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തി. കോൺഗ്രസിനുള്ളിൽ കാലാകാലങ്ങളായി സ്ത്രീകൾക്ക് നൽകുന്ന സീറ്റുകളെല്ലാം വിജയസാധ്യത കുറഞ്ഞ സീറ്റുകളാണ് എന്ന കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധി പേർ, നമുക്കറിയാം ലതിക സുഭാഷ് എങ്ങനെയാണ് പ്രതിഷേധിച്ചത്. നല്ലൊരു ലീഡറായിരുന്നു ലതിക സുഭാഷ്. അവരുടെ തല മുട്ടയടിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്, അവർക്ക് സീറ്റ് കിട്ടാതെ വന്നപ്പോ. അപ്പോ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും അതുപോലെ തന്നെ സ്ത്രീകളെ, സത്യത്തിൽ ഞാനൊരു കാര്യം പറയാം, കേരളത്തിലെ പൊതുസമൂഹം സ്ത്രീകളെ ഭയക്കുന്നുണ്ട്. ഉറക്ക വർത്താനം പറയുന്ന, കൃത്യമായി അഭിപ്രായം പറയുന്ന, അല്ലെങ്കിൽ കൃത്യമായി അതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയുന്ന സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ശോഭിക്കാറില്ല. അത്തരത്തിലുള്ളവരെ കണ്ടെത്താനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനോ ഇവർ തയ്യാറാവുകയുമില്ല. അത് നമ്മൾ പല ഘട്ടങ്ങളിലും കാണുന്നതാണ്. അത് ഈ പുരുഷന്മാരുടെ ഒരു
സ്ത്രീകളൊക്കെ വന്നാൽ നാളെ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായി പോകുമോ എന്ന ഭയമാണ്. ഒന്നുമില്ലെങ്കിൽ വെറുതെ കുറച്ച് പേരുദോഷമോ, അല്ലെങ്കിൽ അവർ സംഘടനാ വിരുദ്ധരാണെന്നോ, അല്ലെങ്കിൽ സംഘടന പറഞ്ഞാൽ കേൾക്കില്ലെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് അത്തരം മാറ്റി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കേരളത്തിലെ പൊതുസമൂഹത്തിലെ രാഷ്ട്രീയത്തിൽ വരുന്ന എല്ലാ സ്ത്രീകളും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. രാഷ്ട്രീയം എന്ന് മാത്രമല്ല, മാധ്യമരംഗത്ത് നോക്കിയാൽ എത്ര മാധ്യമ സ്ഥാപനത്തിന്റെ തലപ്പത്തേക്ക് സ്ത്രീകൾ എത്തിയിട്ടുണ്ട് കേരളത്തിലെ. തലപ്പത്തെത്തുമ്പോൾ എഡിറ്റർ ആകാനുള്ള അവസ്ഥ ഉള്ള മാധ്യമ പ്രവർത്തകർ എത്ര പേരുണ്ട്? ആകെ എനിക്ക് തോന്നുന്നു ജന്മഭൂമിയിലെ എഡിറ്റർ മാത്രമാണ് ലീല മേനോൻ. അത് അവർ ലീല മേനോൻ ജന്മഭൂമിയുടെയോ RSSന്റെയോ ഒന്നും ഭാഗമാകാതെ അവർ പുറത്തുനിന്ന് വളരെ കൃത്യമായി തന്നെ അവരവരുടെ കഴിവ് തെളിയിച്ചു കൊണ്ടുവന്ന അത്രയേറെ പ്രഗത്ഭയായ ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് മാത്രം അവസാന കാലത്ത് അവരെ എഡിറ്ററായി ജന്മഭൂമി പരിഗണിച്ചിരുന്നു. അവരെ പോലുള്ള ആൾക്കാരെയൊക്കെ നേരത്തെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം അവരെ പരിഗണിക്കാൻ പോലും, അല്ലെങ്കിൽ അവർ സംഘപരിവാർ പക്ഷത്ത് ചേർന്നു എന്ന് പറഞ്ഞു വിലപിക്കാൻ അവർ മരിച്ചപ്പോൾ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരെ ആര് പരിഗണിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അവിടെയാണ് നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള പല ഘടകങ്ങളും ഒത്തുചേർന്നാണ് രാഷ്ട്രീയത്തിൽ സ്ഥിതിഗതികൾ നിർണ്ണയിക്കുന്നത്. ഏത് സ്ത്രീയാണ് എത്രയും കഴിവുള്ള സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയാണോ രാഷ്ട്രീയത്തിലേക്ക് ഇവർ കൊണ്ടുവരുന്നത്? ഒരു കഴിവുമില്ലാത്ത, മണ്ണിനും പിണ്ണാക്കിനും കൊള്ളാത്ത ആൾക്കാരെയാണ്. ഇനി കഴിവുള്ള ആരെങ്കിലും വന്നാൽ അവരെ വെട്ടാനുള്ള, അവരെ വീട്ടിലിരുത്താനുള്ള എന്തെങ്കിലും മാർഗം, അതിനെന്തെങ്കിലും ഒരു മാർഗം, ചെറിയ ചെറിയ കാരണങ്ങൾ മതിയാവും. അത്തരം കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ചിലപ്പോ എനിക്ക് തന്നെ അറിയാം, BJPയിൽ ഒരു നേതാവിനെ വെട്ടാൻ ഉപയോഗിച്ചൊരു മാർഗം വെച്ചാൽ അവരുടെ ഭർത്താവ് രാഷ്ട്രീയത്തിലുണ്ടെന്നാണ്. അവരുടെ ഭർത്താവ് രാഷ്ട്രീയത്തിൽ പ്രഗത്ഭനായ ഒരാളായതുകൊണ്ട് അവരെ നന്നായി പെർഫോം ചെയ്തിരുന്ന, ചാനൽ ചർച്ചയിലൊക്കെ പെർഫോം ചെയ്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരെ വെട്ടാൻ ഉപയോഗിച്ച മാർഗമാണത്. കാരണം മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട്, വളരെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട്, വളരെ വിദ്യാഭ്യാസമുള്ള, സംസ്കാരമുള്ള, മാന്യതയുള്ള, കൃത്യമായ വിഷയങ്ങൾ സംവദിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടും രാഷ്ട്രീയത്തിൽ അവർ ശോഭിക്കുമെന്നുള്ളത് കൊണ്ടും അവരെ മാറ്റി നിർത്താനുള്ള ഒരു മാർഗമായി ഉപയോഗിച്ച കാര്യമാണ് അവരുടെ ഭർത്താവും കൂടി രാഷ്ട്രീയത്തിലുണ്ട്. ഏതായാലും ഇതിൽ CPM മാത്രമല്ല, കോൺഗ്രസും CPM-ഉം BJP-യും എല്ലാം ഇക്കാര്യത്തിൽ ഒറ്റ അഭിപ്രായമുള്ളവരാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ പുരുഷാധിപത്യ സമൂഹമാണ്. ആ പുരുഷാധിപത്യ സമൂഹത്തിന്റെ മനോഭാവത്തിന് മാറ്റം വരാതെ ഇവിടെ ഒരു സ്ത്രീയും രക്ഷപ്പെടാൻ. ചോദിച്ചോളൂ. ഈ ഷമ മുഹമ്മദിനെ പോലുള്ളവർ എപ്പോഴും വന്നിരുന്ന ചാനൽ ചർച്ചകളിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത് കാണാം. പ്രത്യേകിച്ച് ഷമയ്ക്ക് എപ്പോഴും മോദിയെ എതിർക്കാനാണ് താല്പര്യം കൂടുതൽ. നമ്മളത് പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലപ്പോഴും ഷമ ട്രോളുകളിലൊക്കെ നിറഞ്ഞിട്ടുള്ളതുമാണ്. ഈ ഷമയെ പോലുള്ള നേതാക്കൾ അവരുടെ സംഘടനയിൽ തന്നെ സ്ത്രീകൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു നേതാവിന്റെ ഭർത്താവിൽ നിന്നാണ് ഒരു നേതാവ് ബുദ്ധിമുട്ട് അനുഭവിച്ചത് എന്ന് പറഞ്ഞിട്ടും അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ചേർത്ത് നിർത്താനോ കഴിയാത്ത ഇത്തരം നേതാക്കൾ, ഇപ്പോൾ ജബി മേത്തെ പോലെ, ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ള നേതാക്കളെ കുറിച്ചൊക്കെയാണ് അലിഗേഷൻസ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഈ ചാനൽ ചർച്ചകളിൽ കാണിക്കുന്ന പുലിക്കുട്ടികളായി വീര്യമൊക്കെ സ്വന്തം സംഘടനയിലെ സ്ത്രീകളെ ചേർത്ത് പിടിക്കാൻ കാണിക്കാത്തത്? അതായത് 2-3 കാരണമുണ്ട്. ഒന്ന്, സംഘടനാ പ്രവർത്തന പരിചയമില്ലാത്തവരായിരിക്കും പലപ്പോഴും ഇപ്പോൾ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുക. സംഘടനകളെല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. 1-2 ദിവസം കൊണ്ട് കയറി വരുന്നവരെയോ ഈ സംഘടന എന്തെന്നറിയാത്തവരെയോ ഒക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് പലരും അവരോധിക്കുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സംഘടന എന്താണെന്ന് ഒരു ധാരണയും ഉണ്ടാവില്ല. 2, ഈ സംഘടനയ്ക്കകത്തൊക്കെ നേതാക്കന്മാർക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തല ഉരുളുമല്ലോ. അത് നമ്മൾ കാണുന്നതല്ലേ. ആർക്കെതിരെയാണ്, ഏത് സംഘടനയ്ക്കാണ് ജനാധിപത്യ സ്വഭാവമുള്ളത്? ഏറ്റവും കൂടുതൽ ജനാധിപത്യ സ്വഭാവം ഉണ്ട് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അവസ്ഥയല്ലേ നമ്മൾ കാണുന്നത്. സിമി റോസ്ബെൽ ജോണിനെ എത്ര സമയം വേണ്ടി വന്നു പുറത്താക്കാൻ? അവർ നല്ല പ്രഗത്ഭയായിരുന്ന, പഴയ കാലം മുതലുള്ള ഒരു നല്ല നേതാവായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള നിരവധി പേരെ വെട്ടി നിർത്തിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. നമുക്കറിയാം, പത്മജ വേണുഗോപാൽ എത്ര ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പുറത്തു വന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു അവർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏത് രീതിയിലൊക്കെയാണ് ആക്ഷേപിച്ചത്? അതിന് കോൺഗ്രസ്സുകാരനായ സഹോദരൻ പോലും കൂട്ടുനിന്നില്ലേ? അപ്പൊ തോറ്റപ്പോഴാണല്ലോ സഹോദരൻ ഷെഡിൽ കയറിയത്. കെ മുരളീധരൻ ഷെഡിൽ കയറാൻ കാരണം തോറ്റതുകൊണ്ടും അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യം വന്നതുകൊണ്ടുമല്ലേ. സ്വന്തം സഹോദരിയല്ല എന്ന് പോലും പറയാനുള്ള ആർജവം, അത്തരത്തിലുള്ള ഒരു സ്വഭാവം എങ്ങനെയാണ് ഒരു കോൺഗ്രസ്സുകാരനിൽ നിന്നല്ലാതെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ സ്വന്തം സഹോദരിയെ തള്ളി പറയുമോ? അപ്പോഴും ഞാൻ കണ്ടത് പത്മജയുടെ മാന്യതയാണ്. പത്മജ അപ്പോഴും മുരളിയേട്ടൻ എന്നാണ് കെ മുരളീധരനെ ോട് പറയുന്നത്. എന്നാൽ കെ മുരളീധരൻ ഇത്ര മോശമായിട്ടാണ് സ്വന്തം സഹോദരിയാണെങ്കിൽ പോലും അവരോട് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കാണിക്കാതെ, സ്വന്തം അച്ഛന്റെ ഒരു രക്തത്തിലുള്ളതാണെന്ന് പോലും കാണിക്കാതെ ഏത് തരത്തിലാണ് പ്രവർത്തിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തെ ഏതെങ്കിലും പറഞ്ഞ് ശകാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ എന്ത് സ്ത്രീ വിരുദ്ധതയാണ്? ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തത്? ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്ക് അവകാശം കൊടുത്തത് ഒരാളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യാൻ?
എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഏത് പുരുഷനാണുള്ളത്? ഒരു സ്ത്രീ, അതായത് മെറ്റേണിറ്റി ഈസ് എ ഫാക്ട് ബട്ട് പെറ്റേണിറ്റി ഈസ് ആൻ ഒപ്പീനിയൻ എന്നാണ് പറയുന്നത്. അത് സത്യസന്ധമായ കാര്യമാണ്. മാതൃത്വവും പിതൃത്വവും ഒക്കെ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനം പറഞ്ഞ അത്തരത്തിലുള്ള ഞരമ്പ് രോഗിയും തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒന്നും പറയാനില്ലാത്ത അയാൾ എത്രത്തോളം, സത്യത്തിൽ എനിക്ക് പലപ്പോഴും ഞാൻ വളരെ പ്രതീക്ഷ ഉണർത്തിയ നേതാവെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ അയാളുടെ സ്ത്രീവിരുദ്ധത എത്ര പെട്ടെന്നാണ് പുറത്തു വന്നത്. അതായത് സ്ത്രീകളെ എന്ത് രീതിയിലും ആക്ഷേപിക്കാമെന്നും, രാഷ്ട്രീയത്തിലുള്ളവരാണെങ്കിലും ഇനി അല്ലെങ്കിലും സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിക്കാമെന്നും, കഴിവുള്ളവരെയൊക്കെ അപഹസിക്കാമെന്നും, അവരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കാമെന്നും കേരളത്തിലെ പുരുഷന്മാരുടെ മാനസികാവസ്ഥയുണ്ട്. 10% പുരുഷന്മാരേ ഉള്ളൂ ഞാൻ കണ്ടതിൽ. സ്ത്രീകളെ, സ്മാർട്ടായ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന ഒരു 10% പുരുഷന്മാരേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൊഞ്ചുകയും കൊഴുകയും ചെയ്ത ആൾക്കാരെയൊക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ കൊഞ്ചുകയും കൊഴിയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാര് വളരെ പെട്ടെന്ന് ആണുങ്ങളുടെ മനസ്സിലേക്കും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത്. അല്ലാത്ത സ്ത്രീകളെ, കൃത്യമായ അഭിപ്രായം പറയുന്ന സ്ത്രീകളെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരായാണ് അവർ ചിത്രീകരിക്കുന്നത് പോലും. അതായത് ഈ സംഘടനയിലേക്ക് വരണമെങ്കിൽ കഴിവ് മാത്രം പോരാ, കഴിവ് കൊണ്ട് ഈ സംഘടനയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണോ? പലരുടെയും ഗുഡ് ലിസ്റ്റിൽ പിടിച്ച് കുഴഞ്ഞും നിന്നുകൊണ്ട് ജനങ്ങൾക്ക് അറിയാതിരുന്നാൽ പോലും ഇവരുടെയൊക്കെ ഗുഡ് ലിസ്റ്റിൽ പെട്ടാൽ തങ്ങൾക്ക് മുൻനിരയിലേക്ക് വരാം, വലിയ പദവികൾ നേടാം എന്നുള്ളതാണോ ഇപ്പൊ കോൺഗ്രസിൽ സ്ത്രീകളുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത്? അങ്ങനെയാണ് എന്ന് പറയുന്നത് മറ്റു സ്ത്രീകളെ ആക്ഷേപിക്കലാണ്. എങ്കിൽ പോലും ഒരു കാര്യമുണ്ട്. ഇപ്പോ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന എല്ലാവരും ഇപ്പോ ശരീരം ചോദിക്കുകയോ ശരീരം ആവശ്യപ്പെടുകയോ ചെയ്യണമെന്നല്ല. ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുക, അത്തരത്തിൽ ആരോടെങ്കിലും ഒക്കെ ഒരു തരത്തിലുള്ള സോഫ്റ്റ് കോർണറോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഏറ്റവും മിനിമമായ ഒരു കാര്യം ഡിപ്ലോമാറ്റിക് ആയിട്ടെങ്കിലും നിൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. എന്ത് കേട്ടാലും അവനവന്റെ കാര്യം നോക്കി പോവുകയും അല്ലെങ്കിൽ എന്ത് കേട്ടാലും അതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയും കേൾക്കുന്നതിനെയൊക്കെ ചിരിച്ചു തള്ളുകയും ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. അതായത് നമ്മളൊക്കെ അനുഭവിച്ചിട്ടില്ലേ, ന്യൂസ് ഡെസ്കുകളിൽ പറയുന്ന ചിലപ്പോ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ കേട്ട് ഇളിച്ചുകൊണ്ട് നിൽക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. നേരെ മറിച്ച് അത്തരം പരാമർശങ്ങൾ പറയരുതെന്ന് പറയുന്ന സ്ത്രീകളെ ഇഷ്ടമല്ല ആൾക്കാർക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ന്യൂസ് ഡെസ്കുകൾ അടക്കമുള്ള മാധ്യമ പ്രവർത്തനത്തിലടക്കം എല്ലാ സ്ഥലത്തും ഒന്നുകിൽ മിണ്ടാതിരിക്കുക, മൗനം പാലിച്ചുകൊണ്ട് ആരുടെയെങ്കിലും പക്ഷം നിൽക്കുന്നതായി അഭിനയിക്കുക, അതുപോലെ തന്നെ ആരുടെയെങ്കിലും ഒക്കെ പൊന്നോമനകളായി മാറുക. ഇതൊക്കെ ശരിയായ കാര്യം തന്നെയാണ്. ഈ സ്ത്രീകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിലൊന്നും ഒരു കഴമ്പില്ലാത്തതല്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ഒക്കെ സ്ത്രീകൾക്ക് ശോഭിക്കാൻ കഴിയുകയുള്ളൂ. എത്ര പേരാണ് കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവരോട്, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണം, നന്നായി ഫൈറ്റ് ചെയ്യാൻ അറിയണം, പക്ഷെ അപ്പോഴും ഫൈറ്റ് ചെയ്യുമ്പോഴും ആരെങ്കിലും ഒരു ശക്തി നമുക്ക് പിന്നിലുണ്ടെങ്കിൽ മാത്രമേ ആ ഫൈറ്റിൽ പോലും സ്ത്രീകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അത്ര മോശമായ തരത്തിലായിരിക്കും ഈ പുരുഷാധിപത്യ സമൂഹം നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ആണ് ഭാവിയിൽ ദോഷം ഉണ്ടാക്കുന്നത്. ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇപ്പോ ഇടയ്ക്ക് കുറച്ചു പേരെയൊക്കെ ഒരു രമ്യ അടക്കമുള്ള ആൾക്കാരൊക്കെ വന്നത് ഇടയ്ക്ക് ഒരു ടാലന്റ് ഹണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ടാലന്റ് ഹണ്ടിലൂടെയാണ് രമ്യ വന്നത്. അത് മാത്രമല്ല, രമ്യക്ക് ആ സമയത്ത് രമ്യക്ക് ഗുണകരമായത് രമ്യയുടെ ജാതിയാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ അങ്ങനെയായിരുന്നു. നമുക്കറിയാം വയനാട് ജയലക്ഷ്മി, ആ മന്ത്രിസഭയിൽ ഒരൊറ്റ വനിതാ മന്ത്രി മാത്രമാണ് ഉണ്ടായിരുന്നത്, ഒരാൾ മാത്രമാണ് ജയിച്ചത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഒരു 10 ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് നൽകാത്തത്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും തോക്കുന്ന മണ്ഡലങ്ങൾ, അങ്ങനെയുള്ള മണ്ഡലങ്ങളാണ് പലപ്പോഴും സ്ത്രീകൾക്ക് നൽകപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത്. സ്ത്രീയും പുരുഷനും ഒരു പ്രകൃതിയുടെ ഭാഗമാണെന്നിരിക്കെ പുരുഷന്മാർ മാത്രം എന്തോ മികച്ചവരാണെന്നും സ്ത്രീകളെയൊക്കെ തഴഞ്ഞു കളയേണ്ടവരാണെന്നുമുള്ള ബോധം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ആ സ്ത്രീവിരുദ്ധത, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ മിണ്ടാതിരിക്കുകയോ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്ക് ഗുണകരമായി നിൽക്കുകയോ ഗ്രൂപ്പിന്റെ ഭാഗമാവുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഒരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയാണ് നമ്മുടേത്. അത്തരം ഒരു സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ കൊണ്ട് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് പറയുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, കഴിവും കാര്യപ്രാപ്തിയുമുള്ള സ്ത്രീകൾ പലപ്പോഴും, അല്ലെങ്കിൽ കൃത്യമായ അഭിപ്രായം പറയുന്ന സ്ത്രീകൾ പലപ്പോഴും ഇതിന് പുറത്താണ്. രാഷ്ട്രീയത്തിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും അവർക്ക് ആ മേഖലയിൽ നിൽക്കാനോ അല്ലെങ്കിൽ അവർക്ക് അത് സമരസപ്പെട്ടു പോകാനോ കഴിയില്ല. പലപ്പോഴും കാണുന്ന നെറികേടുകൾ വിളിച്ചു പറയുന്നവർക്ക് പല മേഖലകളുമായി സമരസപ്പെട്ടു പോകാൻ കഴിയില്ല.
അത് ഏതെങ്കിലും ഒരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്ത്രീകളെ അങ്ങോട്ടങ്ങ് നിഷേധിച്ച് കളയുക, സ്ത്രീകളെ ഒരു തരത്തിലും അടുപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീകളെ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് റദ്ദ് ചെയ്യുക എന്നൊക്കെയുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലുണ്ട്, സിനിമയിലുണ്ട്, മാധ്യമപ്രവർത്തന മേഖലയിലുണ്ട്, പോലീസിലുണ്ട്, എല്ലായിടത്തുമുണ്ട്, എല്ലാ സ്ഥലത്തുമുണ്ട്. ഇനി നമ്മൾ ഒരു തയ്യക്കടയിൽ പോയിരുന്നാലും അവിടെ ലീഡ് ചെയ്യുന്നത് എപ്പോഴും പുരുഷ തയ്യൽക്കാരനായിരിക്കും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. എവിടെ ചെന്നാലും ഇത് തന്നെയാണ് സംഭവിക്കുക. എത്ര കഴിവുള്ളവരാണെങ്കിലും എത്ര കാര്യപ്രാപ്തി ഉള്ളവരാണെങ്കിലും സ്ത്രീകളെ അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു സ്വഭാവം. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പല നടിമാരെയും പറ്റിയും ഇപ്പോ പലതരത്തിലുള്ള അലിഗേഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും, അതിൽ ധൈര്യശാലികളായ നടിമാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും, എത്ര സിനിമകളാണ് സ്ത്രീ കേന്ദ്രീകൃതമായ എത്ര സിനിമകൾ വരുന്നുണ്ട്. സ്ത്രീ കേന്ദ്രമായ സിനിമകൾ വരുമ്പോൾ അത്രയും കപ്പാസിറ്റി ഉള്ള കാലിബർ ഉള്ള പെൺകുട്ടികളെ, ഇപ്പൊ തന്നെ മഞ്ജു വാര്യർ വലിയ നടിയാണെന്ന് തോന്നുന്നു. അവർ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു കണ്ടിട്ടുണ്ടോ? ഒരു വിഷയത്തിൽ അഭിപ്രായമില്ലാത്തൊരു നടിയാണ് അവർ. അതുകൊണ്ടാണ് അവർ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആണെന്ന രീതിയിൽ ആഘോഷിപ്പിക്കപ്പെടുന്നത്. നേരെ മറിച്ച് ഏതെങ്കിലും അഭിപ്രായം പറയുന്ന നടിമാരെ നോക്കൂ, ഒരിക്കലും അത്തരം നടിമാരെ ആഘോഷിക്കില്ല ആരും. എപ്പോഴും ആഘോഷിക്കപ്പെടുന്നത് ഇത്തരത്തിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സ്ത്രീകളെ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒന്നിൽ ഡിപ്ലോമാറ്റിക് ആയിരിക്കണം, അല്ലെങ്കിൽ മനുഷ്യരോട് അത്തരത്തിൽ നമ്മൾ ഫേക്ക് പേഴ്സണാലിറ്റികളായി നിന്നുകൊണ്ട് നമ്മുടെ സ്വഭാവം മാറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉള്ളിലുള്ളത് പുറത്തു കാണിക്കാതെ അഭിനയിക്കാൻ അറിയണം. ഇതൊന്നും അറിയാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും എത്തുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സിമി ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ കൃത്യമാണ്. നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് വിട്ടു പോന്നിട്ടുള്ള നേതാക്കളെ നോക്കിയാൽ നമുക്കറിയാം. ഇനി CPM നോക്കിയാലോ, കോൺഗ്രസ് മാത്രമല്ല CPM നോക്കിയാലോ, KK ശൈലജ എങ്ങനെയായിരുന്നു രാഷ്ട്രീയത്തിൽ, എങ്ങനെയാണ് ഉദിച്ചുയർന്നുവെന്ന താരമായിരുന്നു. അവരെ വെട്ടാനുയർത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. പിണറായി വിജയന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയും ഇനി ഒരിക്കലും ശൈലജ ടീച്ചറെ ആക്കാതിരിക്കാനും വേണ്ടി അവർ കളിച്ച കളികൾ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്ത്രീകൾ രാഷ്ട്രീയത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും പൊതുരംഗത്തെ സ്ത്രീ, ഏതെങ്കിലും ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും പൊതുരംഗത്തെ സ്ത്രീകൾ എപ്പോഴും തഴയപ്പെടുന്നത് അവരുടെ കൃത്യമായ നിലപാടുകൾ കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും കാര്യങ്ങൾ വ്യക്തമാണ്. എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കൗച്ചുകൾ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും പുറത്തു വരുമ്പോൾ ഏറെ ഗൗരവമായി അത് ചർച്ചയ്ക്കെടുക്കേണ്ടത് തന്നെയാണ്. ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് വളരെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.